നമസ്കാരം. ജപ്പാൻ്റെയും തൈവാൻ്റെയും അതിർത്തിക്ക് സമീപം കണ്ടെത്തിയ ഒരു വെള്ളത്തിനടിയിൽ കാണപ്പെട്ട പിരമിഡ് ഒരുപക്ഷെ ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുമോ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ ഗവേഷകർ. 1986 ഈ ഒരു നിർമ്മിതി വെള്ളത്തിനടിയിൽ കണ്ടെത്തിയത്. ഇതിന് ശരിക്കും ഒരു പിരമിഡിൻ്റെ രൂപമാണ് ഉള്ളത്. ഇപ്പോൾ ഗവേഷകർ പറയുന്നത് ഇതിന് ഏതാണ്ട് 10,000 വർഷത്തിലധികം പഴക്കം വരും എന്നാണ്. എന്നാൽ ഇത് നിർമ്മിച്ചത് മനുഷ്യൻ തന്നെയാണോ അല്ലയോ എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ തർക്കം ഉണ്ടായിരിക്കുന്നത്. ഒരു സംഘം ഗവേഷകർ പറയുന്നത് ഇത് മനുഷ്യൻ നിർമ്മിച്ചതാണ് എന്നുള്ളതിന് യാതൊരു തരത്തിലുമുള്ള തെളിവുകളും ഇതിൽ കാണാൻ കഴിയുകയില്ല എന്നാണ്. ഒരുപക്ഷെ 10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന് ഇത്തരത്തിലുള്ള നിർമ്മിതികളൊക്കെ നടത്താനുള്ള സാങ്കേതിക വിദ്യ കൈവശമുണ്ടായിരുന്നോ എന്നും ആർക്കും അറിയില്ല. എന്നാൽ ഇത് മനുഷ്യനിർമ്മിതമാണ് എന്ന് വാദിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അവർ പറയുന്നത് ഏതാണ്ട് 12,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു എന്നും അത്തരത്തിൽ ഇതുപോലെയുള്ള നിർമ്മിതികളൊക്കെ ഉണ്ടാക്കാനും മനുഷ്യന് അന്നേ സാങ്കേതികമായ പരിജ്ഞാനം ഉണ്ടായിരിക്കാമെന്നാണ്. ഇത് മനുഷ്യനിർമ്മിതമാണ് എന്ന് വാദിക്കുന്നവർ പറയുന്നത് തങ്ങളിത് പരിശോധിച്ചപ്പോൾ കണ്ടൊരു കാര്യം, ഇതിന് മനുഷ്യനിർമ്മിതമായ കവാടങ്ങളുണ്ട്, അതുപോലെ പടിക്കെട്ടുകളുണ്ട്, ഒരു മനുഷ്യൻ്റെ മുഖവുമായി സാദൃശ്യമുള്ള ഒരു പ്രതിമയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യൻ തന്നെയായിരിക്കും നിർമ്മിച്ചത് എന്നാണ് അവർ പറയുന്നത്. ഇത് മനുഷ്യനിർമ്മിതമാണ് എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഇന്നേ വരെ നമ്മൾ കരുതിയിരുന്നിട്ടുള്ള പല ചരിത്ര സംഭവങ്ങളും ഒരുപക്ഷെ അതിനേക്കാൾ മുമ്പായിരിക്കാം ഇത് നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. നിലവിൽ 16,000 വർഷമുള്ള ഒരു പിരമിഡാണ് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള പിരമിഡായി ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. അത് ഈജിപ്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും ജപ്പാൻ തൈവാൻ അതിർത്തിയിൽ കാണപ്പെട്ട ഈ ഒരു നിർമ്മിതിക്ക് യോനാഗുനി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യോനാഗുനി ലോകത്തെ ഒരുപക്ഷെ ഏറ്റവും പഴക്കമുള്ള ഒരു നിർമ്മിതിയായി നമ്മൾ കണക്കാക്കേണ്ടി വരുന്നത് പല ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ മാറ്റി എഴുതേണ്ടി വരും എന്നാണ് ഇതിന് അനുകൂലമായി വാദിക്കുന്ന ഗവേഷകന്മാർ പറയുന്നത്. ഏതായാലും ഇത്രയും വർഷങ്ങളായി ഇത് ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെ കിടക്കുകയാണ്. പിരമിഡിൻ്റെ ആകൃതി തന്നെയാണുള്ളത്. ഇതിന് നല്ല ഉയരവും ഉള്ളതാണ്. ഏതാണ്ട് ഒരു പിരമിഡിനെ അനുസ്മരിക്കുന്ന രീതി തന്നെയാണ് ഇതിൻ്റെ ആകൃതി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 1986 ഇത് കണ്ടെത്തിയതെങ്കിൽ പോലും ഇപ്പോൾ ഇത് ചർച്ചയാവാനുള്ള കാരണം ഈയിടെ ഒരു പോഡ്കാസ്റ്റിൽ നടന്ന ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടാണ്. ഇതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ആ ചർച്ചയിൽ സംവാദം നടത്തിയിരുന്നു. രണ്ട് കൂട്ടരും തങ്ങളുടെ വാദമുഖങ്ങൾ വളരെ കൃത്യമായി തന്നെ അവിടെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. 1890 ഡച്ച് പര്യവേഷകർ ആദ്യമായി കണ്ടെത്തിയ ഗുണങ് പടാങ് ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പിരമിഡെന്ന് കരുതപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് ഏതാണ്ട് 16,000 വർഷം പഴക്കം വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും യോനാഗുനി എന്ന ഈ ഒരു നിർമ്മിതി ഇത് എപ്പോഴാണ് നിർമ്മിച്ചതെന്നുള്ളത് സംബന്ധിച്ചും ഇതിൻ്റെ മറ്റ് ആധികാരികമായ കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ തന്നെ ഗവേഷണ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ചരിത്രം മാറ്റി എഴുതാൻ കഴിയും എന്ന് തന്നെയാണ് ഇത് മനുഷ്യനിർമ്മിതി ആയിരുന്നു എന്ന് വാദിക്കുന്ന ഗവേഷകർ പറയുന്നത്. എന്നാൽ മറുഭാഗമാകട്ടെ അതിന് ഒരു സാധ്യതയില്ലെന്നും അന്നും ഇതിനുള്ള യാതൊരു തരത്തിലുമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലായിരുന്നു എന്നും തന്നെയാണ് വാദിക്കുന്നത്. ഏതായാലും 1986 മുതൽ ഇത്രയും കാലമെടുത്തു എങ്കിൽ പോലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഫലങ്ങൾ തന്നെ അറിയാനാണ് സാധ്യത. കാരണം ശാസ്ത്രം അത്രത്തോളം വളർന്നിരിക്കുന്നു. നമ്മളെല്ലാ സാങ്കേതിക മേഖലകളിലും വലിയ തോതിലുള്ള വളർച്ച പ്രാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം എന്നുള്ള നിലയിൽ ഇത് സംബന്ധിച്ച ഗവേഷണ ഫലങ്ങൾ എത്രയും വേഗം തന്നെ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ചരിത്രത്തിലെ വലിയൊരു തിരുത്തലിന് സാഹചര്യമൊരുക്കും എന്നും കരുതുന്നവരുണ്ട്.